ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതാ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാൻ വിചാരിച്ച്. അപ്പോൾ ഇതാ രാവിലത്തെ മുതൽ കുറച്ച് പരിപാടികളുണ്ട്. രാവിലെ മുതൽ മോളെ സ്കൂളിൽ പോയ മീറ്റിംഗ് ആണ് രാവിലെ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഇതാ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. രാവിലത്തെ ചായക്കടി ഉണ്ടാക്കിയ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് വേറെ ഒന്നുമല്ല, എനിക്ക് നല്ല പനിയും തലവേദനയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വെള്ളം കൂടി കുറവാണോ ആയിട്ടാണോ അറിയില്ല, എനിക്ക് ചെറിയൊരു ഇൻഫെക്ഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മരുന്നൊക്കെ കുടിച്ച് കടന്നു. പിന്നെ രാവിലെ ആകുമ്പോഴത്തേനും എനിക്ക് നീക്കാൻ കഴിഞ്ഞിട്ട് നല്ല ക്ഷീണം കാര്യങ്ങളും ഉണ്ടാവുന്നത്. പിന്നെ മോനിങ്ങനെ പാലൊക്കെ കുടിക്കുന്നല്ലേ, അപ്പം അതിൻ്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ രാവിലെ ചായ ഉണ്ടാക്കിയതൊന്നും എനിക്ക് വീട്ടിലെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് മുതലാണ് എടുക്കണേ. മോളപ്പോൾ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം സമയം ഏകദേശം ഒരു 7 മണിയാണ്. 7 മണിയാകുമ്പോൾ ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കോളിഫ്ലവർ ഞാൻ നന്നാക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് വെള്ളത്തിൽ ആദ്യം തന്നെ നന്നാക്കിയിട്ട് പിന്നെ ഞാനത് വെള്ളത്തിൽ കഴുകും. പച്ച വെള്ളത്തിൽ കഴുകിട്ട് നന്നായിട്ട് കഴുകും. ഒരു 4-5 പ്രാവശ്യം കഴുകിയിട്ട് ഞാൻ പിന്നെ മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടാണ്ട് നല്ലോണം തിളപ്പിക്കും കേട്ടോ. കാരണം അതിൻ്റെ പുഴുക്കളോ അതിൻ്റെ കേടും കാര്യങ്ങളും വിഷാംശമൊക്കെ പോകാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 4-5 പ്രാവശ്യം കഴുകിട്ടോ. ഈ ഒരു സാധനം നമുക്ക് എത്ര കഴുകിയാലും ഇതിൻ്റെ വിഷാംശം പോകുമെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. കാരണം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിന് ടേസ്റ്റ് ആണെങ്കിൽ ആലോചിക്കുമ്പോൾ നമുക്കത് കഴിക്കാതിരിക്കാനും വയ്യ. അപ്പോൾ ഇത് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് നന്നായിട്ട് കഴുകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മഞ്ഞൾപ്പൊടി വെള്ളത്തിലും ഉപ്പിട്ട് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം അതവിടെ മാറ്റി വെച്ച് പിന്നെ ഞാൻ വഴുതനങ്ങയും കോവയ്ക്കയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. ഇത് 2 വഴുതനങ്ങയും കോവയ്ക്കും ഇവിടെ വീട്ടിലുണ്ടായ നാടൻ ഐറ്റംസുകളാട്ടോ. അപ്പോൾ അതാ ഞാൻ വഴുതനങ്ങ 2 പാട്ടായിട്ട് കീറിയിട്ട് അങ്ങനെ ഇതേപോലെ ഒരു കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ ഇത് വീട്ടിലുണ്ടായതാണെന്ന്. 2ഉം വീട്ടിലുണ്ടായതാണ്. അത് പറഞ്ഞാൽ നമ്മുടെ ഈ വിത്തുകളൊക്കെ നമ്മുടെ മെമ്പറില്ലേ, പഞ്ചായത്ത് മെമ്പറും കൂട്ടനും കൂടി തന്നതാണ് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. നല്ല അടിപൊളി തൈകളെ തന്നത്. പാർട്ടി ബേസ്ഡ് ഒന്നും അല്ല, പക്ഷെ എങ്കിൽ കൂടി എല്ലാവർക്കും ഇവിടെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവർക്കും തന്നായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ കോളിഫ്ലവർ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ മോളെ എണീപ്പിച്ച സാധാരണ മോന് ചിലപ്പോൾ എൻ്റെ കൂടെ നീക്കാറുണ്ട്. എന്താണെന്നറിയില്ല, മോന് വഴുകിട്ടോ. മോന് ഒപ്പാണ് നീച്ചത്. അപ്പോൾ അവർ 2 പല്ല് എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മോക്കാണെങ്കിൽ പല്ല് വേദനയുണ്ട്. അപ്പം അവള് പല്ല് ഒറ്റയ്ക്ക് തേക്കാനും വയ്യാറുണ്ട് കരയുണ്ട്. അപ്പം ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മക്കൾക്ക് ചായ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ. ഇവിടെ വയറ്റിക്ക് എന്തെങ്കിലും വേറൊരു പണി എനിക്ക് വിഷയമല്ല. ഇവൾക്ക് തിന്നാൻ കൊടുക്കുന്നതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പണി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വേഗം തിരുമ്പാൻ വേണ്ടി പോവാണ്. അപ്പോഴത്തേക്കും മോള് പോയിട്ടോ. മോളെ ഞാൻ സ്കൂളിലോട്ട് പറഞ്ഞു വിട്ട് മോനെ ഞാൻ ഉറക്കിട്ടോ. മോളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് മോനെ ഞാൻ കുളിപ്പിച്ച് ഉറക്കിയതിന് ശേഷമാണ് ഞാൻ അലക്കാൻ വേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പിന്നെ അലക്കി തുണികളൊക്കെ വിരിച്ചിട്ടുണ്ട്. മെഷീനിലാണ് സാധാരണ ഞാൻ ഇടാറ്. കുറച്ചുള്ളൂ, ഒരു 4-5 തുണികളുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കല്ലുമ്മ തന്നെ പോയി തിരുമ്പിട്ടോ. അങ്ങനെ കുറച്ചല്ലേ ഉള്ളൂ. പിന്നെ മോളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ കുറച്ച് ഡ്രസ്സ് മാത്രമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ മെഷീനിലിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് നല്ല വെയിലുള്ള ദിവസമായിരുന്നു. അപ്പോൾ പിന്നെ മെഷീനിലിടേണ്ട ആവശ്യമില്ല വിചാരിച്ച് താഴെ തന്നെ തിരുമ്പിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് വിറക് ഉണങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഞാൻ നല്ല വെയിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അതാണ് കുറച്ച് വിറക് എടുത്താണ്ട് ഉണങ്ങാനിടുന്നുണ്ട് കേട്ടോ. ഈ മഴ ഇങ്ങനെ പെയ്ത് നിൽക്കുമ്പോൾ ഒരു ദിവസമെങ്കിലും നമുക്ക് വെയിൽ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ, സന്തോഷമാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നടക്കണ്ടേ. വിറക് ഉണങ്ങാനും അതുപോലെ തന്നെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മഴ ഇല്ലാത്ത ദിവസമാണ് പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് മോൻ്റെ കുറേ പാമ്പേഴ്സ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ എടുത്ത് ഞാൻ കത്തിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അപ്പുറത്തെ ചേച്ചിയുടെ വീട്ടിലത്തെ മുരിങ്ങ ഇല പറിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ മുരിങ്ങേൻ്റെ ഇല ഉണ്ട്, പക്ഷെ പറിക്കാനായിട്ടില്ല, കുറച്ച് ഉണ്ടായി വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മുരിങ്ങ എടുക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ കറി എന്ന് വെച്ചാൽ മുരിങ്ങ താളിപ്പും കോളിഫ്ലവർ വറുത്തതും
അതുപോലെ തന്നെ വഴുതനങ്ങയും കോവയ്ക്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ. അപ്പൊ ഗൈസ് ഞാനത് ഇന്നത് 3ഉമാണ് ഇന്നത്തെ ഉച്ചക്കത്തെ കറി കേട്ടോ. പിന്നെ ഞാൻ മരുന്ന് കുടിക്കാൻ വേണ്ടി ഇന്നപ്പോഴേക്കും ഇതാ മോനെ എണീച്ചിട്ടോ. പിന്നെ മോനെ എണീച്ച് അവന് പാല് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാ ഞാൻ എൻ്റെ മരുന്ന് കുടിക്കുകയാണ്. എനിക്ക് 2-3 മരുന്ന് കുടിക്കാണ്ട്, ഒന്ന് ഭക്ഷണത്തിന്റെ മുന്നെയാണ്, പിന്നെ ഭക്ഷണത്തിന് ശേഷം 2 കുടിക്കാണ്ട്. ഇതാ മോനും സഹായിക്കേണ്ടിട്ടോ വെള്ളമൊക്കെ കുടിപ്പിക്കാൻ. ആ കോപ്രായാണ് കേട്ടോ അപ്പൊ ഇത് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞാ ഞാൻ മരുന്നൊക്കെ കുടിച്ചു കഴിഞ്ഞു. പിന്നെ മോനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് കൊടുത്തുട്ടോ. അച്ഛനും മോനോടെ കളിക്കായിരുന്നു. കാരണം അമ്മ ഇവിടെ അല്ല, അമ്മേന്റെ വീട്ടിലാണ്. അമ്മയ്ക്ക് സുഖമില്ലാതായിട്ട് പോയതാട്ടോ. അമ്മ പോയിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി. പിന്നെ ഞാൻ മോനെ അച്ഛൻ്റെ അടുത്ത് കൊടുത്തിട്ട് ബാക്കി അടിച്ചൊക്കെ വാരുന്ന പരിപാടിയിലായിട്ടോ. കാരണം ഇന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് വൈകുന്നേരം മോൾക്ക് മീറ്റിംഗ് ഉണ്ട്, അപ്പൊ അതിന് പോകണം. വേഗം പണി ഒഴിക്കുകയാണ് കേട്ടോ. ഡെയിലി അടിച്ചു വാരിയാലും ഡെയിലി 2 നേരം നമ്മൾ അടിച്ചു വാരുന്നുണ്ട്. പക്ഷെ എത്ര അടിച്ചു വാരിയാലും ഒരു ദിവസം പോലും ഇവിടെ ചമ്മലല്ലാത്ത ദിവസമില്ല കേട്ടോ. കാരണം പേസ്റ്റ് ഇല്ലാത്ത ദിവസമില്ല. മക്കൾ ഓരോന്ന് വെട്ടി കറുപ്പിച്ച് ഇടും. അപ്പൊ പിന്നെ എന്നും ഉണ്ടാവും കേട്ടോ, ഓരോ നൂറുനാലകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞതാ പിന്നെ ഞാൻ കാണിക്കുന്നത് മീറ്റിങ്ങിന് പോകുന്നതാട്ടോ. അപ്പൊ ഇതാ മീറ്റിങ്ങിന് പോകുന്നുണ്ട്. അപ്പൊ മോന് ഫ്രണ്ടിലിരിക്കുന്നുണ്ട്, ഞാൻ ബാക്കിലിരിക്കട്ടെ. മോനിതാ കടക്കാൻ വേണ്ടിയിട്ടായിരുന്നു സീറ്റൊക്കെ താത്തി കൊടുക്കുന്നുണ്ട്. അവൻ പിന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പോണ സമയത്ത് അവൻ ഉറക്കത്തിൽ എടുത്തതാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയ കുറുമ്പുണ്ടായിരുന്നു. അപ്പൊ അതാണ് സീറ്റിൽ കട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങള് സ്കൂളിൽ എത്തിട്ടോ. അപ്പൊ പിന്നെ ഏട്ടൻ്റെ അടുത്ത് ആക്കിട്ടോ മോനെ. ഏട്ടനും മോനും പുറത്ത് നിന്നായിരുന്നേ. അപ്പൊ ഞാനാണ് ക്ലാസ്സിൽ പോകാൻ കേട്ടോ. 1 മുതൽ 4 വരെയുള്ള കുട്ടികളെ അമ്മമാർക്കുള്ള ഒരു ക്ലാസ് മീറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പൊ അതിന് മുന്നേ ആയിട്ട്, ക്ലാസ്സിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് അവിടുത്തെ ഹെഡ് മാഷും കുറച്ച് ആൾക്കാരൊക്കെ വന്ന് കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ വേഗം നമ്മളെ ഇടവണ്ണല്ല കച്ച ഹൗസിലേക്ക് പോയിട്ടോ. അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഞങ്ങൾ കഴിച്ചത് മോള് പിസ്സയാണ് ഓർഡർ ചെയ്തത്. ഞാനും ഏട്ടനും ഷവർമ്മയാണ് കേട്ടോ. അതാ മോൾക്ക് പിസ്സൊക്കെ വന്ന് മോള് നല്ല ആസ്വദിച്ച് തിന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങള് അതിന്റെ നേരെ താഴെ തന്നെ, ഇത് മോൾ ഭാഗത്താണ് കേട്ടോ ഫുഡിന്റെ സെക്ഷൻ. പിന്നെ താഴെ മാർക്കറ്റാണ്, സൂപ്പർ മാർക്കറ്റാണ്. അവിടെ ഫ്രൂട്ട്സും കാര്യങ്ങളും, കുറച്ച് ഫ്രൂട്ട്സും പൂനും അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ക്യാപ്സിക്കം കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വാങ്ങാൻ വേണ്ടി വന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബില്ലൊക്കെ അടച്ച് പോകുന്നു കേട്ടോ. ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ഇന്ന് പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.